ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് കടച്ചക്ക വെച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം. നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട്. അപ്പോൾ കടച്ചക്ക ഇതാ ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതാ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, ഇല്ലെങ്കിൽ ഇതപ്പോൾ ഒരു സവാള ഞാൻ ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതാണ് കട്ട് ചെയ്തിട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 2 വിസിൽ, കടച്ചക്കയുടെ വേവിനനുസരിച്ചിട്ട് ഞാനൊരു 2 വിസിലാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. ഇനി വറുക്കാനായിട്ട് ഇപ്പോൾ അതാ ഒരു പാനിൽ നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. ഒരു 2 പിടി നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മസാലക്കറിയല്ലേ, അപ്പോൾ നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം നാളികേരം. അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഒരു 4 ചെറിയ വെളുത്തുള്ളിയും പിന്നെ 2 ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാനൊരു സവാളയുടെ പീസാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, നമ്മുടെ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൊറിയാൻഡർ പൗഡർ അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചില്ലി പൗഡർ, അപ്പോൾ കൊറിയാൻഡർ പൗഡർ ഒരു പച്ചമണയ്ക്ക് മാറട്ടെ, എന്നതിന് ശേഷം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവിനനുസരിച്ചിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില്ലി പൗഡറും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ പച്ചമണയ്ക്ക് പോയ ശേഷം തണുത്ത ശേഷം നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വറവ് ശരിയായിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതാ നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട്, നമ്മുടെ കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരണം, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. ഇപ്പോൾ അതാ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. നമ്മുടെ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ ഉച്ചയൂണിന് കടച്ചക്ക വെച്ചിട്ട് ഇതാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.